കിട്ടത്തക്ക രീതി. തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ കെ എൻ എ ഖാദർ. ഡോക്ടർ രവീന്ദ്രൻ, ഈ തീർത്തും മോശമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടേത് എന്ന് അവസ്ഥ എന്നത് സമ്മതിച്ചു തരാനാവില്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അഭിപ്രായം. ശ്രീ ടി പി ശ്രീനിവാസൻ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ അമിതമായ ഇടപെടൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാണ് എന്നൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ നമ്മുടേത് പൂർണ്ണമായും കുഴപ്പം പിടിച്ച വിദ്യാഭ്യാസ രംഗമാണ് എന്ന് പറയാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശരി തന്നെ. പക്ഷേ ഈ സമീപകാലങ്ങളിൽ വരുന്ന വാർത്തകൾ ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണം നടത്തുന്നതിൻ്റെയോ അക്കാദമികമായ ഔന്നത്യത്തിലേക്ക് എത്തുന്നതിൻ്റെയോ ഒന്നുമല്ല. ഭരണപരമായിട്ടുള്ള തമ്മിൽ തല്ലിൻ്റെ മറ്റേതൊരു രാഷ്ട്രീയ അതിപ്രസരമുള്ള സംവിധാനങ്ങളെയും പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളെയും പോലെ രാഷ്ട്രീയക്കാർക്ക് സ്ഥാനങ്ങൾ നൽകാനുള്ള മറ്റെല്ലാ ഒരുപാട് സംവിധാനങ്ങളുള്ളതിൽ പലതിനെയും പോലെ ചിലതായി നമ്മുടെ സർവകലാശാലകൾ മാറുന്നു. എന്നാൽ അപ്പോൾ തന്നെ സാധാരണഗതിയിൽ നടന്നു പോകേണ്ടുന്ന തരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങൾ പോലും നടക്കാത്ത രൂക്ഷമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ തീർത്തും മോശമല്ല എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കാനാവുന്ന വാദമാണോ? തീർത്തും മോശമാണ് എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ കേരളത്തിലുള്ള സർവകലാശാലയിൽ പഠിച്ച മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള ധാരാളം പേര് പുറം രാജ്യങ്ങളിൽ ഈ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊക്കെ സത്യമാണ്. അത് മൊത്തത്തിൻ്റെ ഒരു വളരെ വളരെ ചെറിയ ശതമാനമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗ്രാജുവേറ്റ്സുമായി ബന്ധപ്പെട്ട് അവരുടെ അൺഎംപ്ലോയബിലിറ്റി ഏത് കാര്യത്തിനും വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് എടുക്കാം, നിരവധി രീതിക്ക് പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ട് ഏത് ജോലിക്കാണ് ഇവർ യോഗ്യർ, എന്ത് കൊള്ളാവുന്നവർ എന്ന് മഹാഭൂരിപക്ഷത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിലവാരം പുറകോട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. അതിന് ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കുറ്റം പറയേണ്ടത് രക്ഷാകർത്താക്കളെയും സമൂഹത്തെ തന്നെയാണ്. ഇപ്പോൾ ഒരു അധ്യാപകനായി കുറേ നാൾ നടന്നു വെച്ചിട്ട് എനിക്കറിയാം എന്ന് ക്ലാസ് തുടങ്ങിയെന്നുള്ളത് ഒരു രക്ഷാകർത്താവിനും പ്രശ്നമല്ല. ഫെബ്രുവരി മാസം ക്ലാസ് തുടങ്ങിയാലും ജൂൺ മാർച്ച് ആകുമ്പോഴേക്ക് പരീക്ഷ നടത്തി റിസൾട്ട് ഇറക്കുക എന്നതിനെക്കുറിച്ച് മാത്രമാണ് അവർക്ക് താല്പര്യം. ഇപ്പം തന്നെ ഇപ്പോൾ അഡ്മിഷനൊക്കെ ഈ കൊല്ലം നടന്നു വരുന്നേ ഉള്ളൂ. ഹയർ സെക്കൻഡറി അഡ്മിഷൻ വരുന്നേ ഉള്ളൂ. ഡിഗ്രിയുടെ അഡ്മിഷൻ ആയിക്കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഏതെങ്കിലും രക്ഷാകർത്താവ് ആരെങ്കിലും ഒരു കൊല്ലത്തെ മുഴുവൻ ആയിക്കോട്ടെ 8 മാസമോ അല്ലെങ്കിൽ 10 മാസമോ ഇത്രയും ഡേയ്സ് പഠിച്ചതിന് ശേഷം മതി എന്ന രീതിക്ക് പരീക്ഷ അല്പം വൈകിക്കാനായിട്ട് സമ്മതിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇതുകൾ എങ്ങനെയും കുട്ടികളെ പാസ്സാക്കി എടുക്കുന്നതിന് വേണ്ടി അതൊരു വലിയ അളവ് വരെ ഇന്ന് വന്നു പെട്ടിട്ടുള്ള സ്വാശ്രയ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ വലിയൊരളവ് വരെ അതിന് അത്രയും റിപ്പോർട്ടുകൾ വരെയും കേരള ഹൈക്കോടതി തന്നെ എത്രയോ കോളേജുകളെ ഡിസഫിലിയേറ്റ് ചെയ്യാനും നിർത്തിക്കാനും ഒക്കെ പറഞ്ഞതല്ലേ. 20% താഴെ, 10% താഴെ, 12% താഴെ. ഈ കാര്യങ്ങളാണ് വളരെ ഗൗരവമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കാണുകയും വേണ്ടത്. ഒരു സ്ഥാപനത്തിനകത്ത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോകുന്ന സ്ഥലത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി എത്രയുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഏതെല്ലാം അർത്ഥത്തിലുണ്ട്, ലാബറട്ടറി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, നല്ല ലൈബ്രറി ഉണ്ടോ, ഇതൊന്നുമില്ല എങ്കിൽ എല്ലാം അടച്ചു പൂട്ടണം എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു നിശ്ചിത കാലപരിധിക്കകത്ത് ഇത് മുഴുവൻ തയ്യാറാക്കി സജ്ജമാക്കാൻ കഴിയാത്തവരെ ഇനി ഈ രീതിക്ക് തുടർന്നു പോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവമെങ്കിലും ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാനേജർമാർക്കുണ്ടാവണം. ആ മാനേജർമാരുടെ സ്ഥിതിയാണ് നേരത്തെ കെ എൻ എ ഖാദർ അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ ചില വൈസ് ചാൻസലർമാരുടെ രീതിയൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ നാട്ടിലെല്ലാവരും പലരും പറയുന്നത് ആരും ഭരിക്കുന്നില്ല, വിദ്യാർത്ഥികളും ഭരിക്കുന്നില്ല, അധ്യാപകരും ഭരിക്കുന്നില്ല, ജീവനക്കാരും ഭരിക്കുന്നില്ല, VCയും ഭരിക്കുന്നില്ല, ഓരോരുത്തരും അവർക്ക് തോന്നിയതുപോലെയാണ്. ഏതൊരർത്ഥത്തിലാണ് നമ്മളിവിടെ വന്നുപെട്ടിരിക്കുന്നത്? CBI കുറ്റപത്രം കൊടുത്തിട്ടുള്ള വ്യക്തികൾ, വിജിലൻസ് എൻക്വയറി, ഇവരെയൊക്കെ VC ആകാനുള്ള പാനലിൽ ഉൾപ്പെടുത്താൻ പോലും, കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വൈസ് ചാൻസലർ എന്നൊരു പൊസിഷൻ അതിനൊരു വലിയൊരു വെയിറ്റ് ഉണ്ട്, ഒരു മാന്യതയുണ്ട്. പലപ്പോഴും പല സ്ഥാപനങ്ങളും അവിടുത്തെ വൈസ് ചാൻസലർമാരുടെ മെറിറ്റിലാണ് പുറം ലോകം അറിയുന്നത് തന്നെ. അപ്പോൾ ആ സ്ഥാനത്തെ ഇരിക്കാൻ യോഗ്യതയുള്ള ആളുകളല്ല നല്ല പങ്കും എല്ലാവരും ഞാൻ പറയുന്നില്ല. നമ്മുടെ സർവകലാശാലകളിൽ എത്തിപ്പെടുന്ന വൈസ് ചാൻസലർ ആയിക്കോട്ടെ, വൈസ് ചാൻസലർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ തന്നെ ഒരു മിനിമം യോഗ്യതയുണ്ട് അത്യാവശ്യം. ആ മിനിമം യോഗ്യതയ്ക്കപ്പുറമുള്ള കഴിവും താല്പര്യവും ഇതൊക്കെ തന്നെ കണ്ടെത്തി യോഗ്യരായ ആളുകളെ അവിടെ എത്തിക്കാനായിട്ട് കഴിയാതെ പോകുന്നതും ഇതിന് അബദ്ധമുണ്ടാവുന്നില്ലേ. മറ്റ് പൊളിറ്റിക്സിലേക്ക് പോകുന്നത് അതിപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല. പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്നതിനേക്കാളേറെ പൊളിറ്റിക്കലി മൈൻഡഡ് ആയിട്ടുള്ള ആരോടെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിനോട്
ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിനോട് താല്പര്യമോ ആഭിമുഖ്യമോ ഉള്ളവരൊക്കെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും. അത് വച്ചിട്ടല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആശ്രിതരെന്ന ഒരേ ഒരു യോഗ്യത കൊണ്ട് ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നവരാണ് ഇതിൽ അപകടം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. വലിയൊരളവ് വരെ നമ്മുടെ സമൂഹം, നേരത്തെ ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ, എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് രക്ഷാകർത്താക്കളടക്കം ചിന്തിക്കണം. നമ്മുടെ കോഴ്സിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നോക്കണം. കോഴ്സിൻ്റെ ഉള്ളടക്കം പലയിടത്തും കാണുന്നത് ഇപ്പോൾ അവസാന പരീക്ഷയ്ക്ക് കഴിയാവുന്നത്ര വെയിറ്റ് കുറച്ച്, ബാക്കിയുള്ളതൊക്കെ പഠിപ്പിക്കാത്ത രീതിക്ക് മുൻ വർഷങ്ങളിലേക്ക് 3 ഇയർ ഡിഗ്രി കോഴ്സാണെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വർഷങ്ങളിൽ കുറേ അധികം കാര്യം അവസാനമാകുമ്പോൾ ഒന്നും ഇല്ലാതാവുക. പരീക്ഷാ സിസ്റ്റം ഔട്ട് ഓഫ് സിലബസ് ആണ്, പാഠപുസ്തകത്തിൽ ഇല്ലാതിരുന്നതാണ് എന്ന് പറഞ്ഞ് ധാരാളം ചോദ്യങ്ങൾക്ക് വെറുതെ മാർക്ക് കോരിയിടുക. ഹയർ സെക്കൻഡറിയിൽ അടക്കം നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നതായാലും വേണ്ടില്ല, കോളേജിൽ നിന്ന് പഠിച്ചു വന്നവർ, അവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ഡോക്ടർ രവീന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഡോക്ടർ ബി ഇക്ബാൽ ടെലിഫോണിലായിട്ടുണ്ട്. ഡോക്ടർ ബി ഇക്ബാൽ, ഈ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിൻ്റെ പ്രസരമുണ്ട്, അതിപ്രസരമല്ല, രാഷ്ട്രീയത്തിൻ്റെ പ്രസരമുണ്ട്. ഓരോരുത്തർക്കും രാഷ്ട്രീയമായ അഭിപ്രായങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്. അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകും എന്നതല്ലാതെ വലിയ തോതിൽ അത്തരം പ്രശ്നങ്ങളല്ല യഥാർത്ഥത്തിൽ സർവകലാശാലകൾക്ക് പ്രതിസന്ധിക്ക് കാരണം എന്ന് വാദിക്കുന്നുണ്ട് ചിലർ. ഈ രാഷ്ട്രീയമായ അതിപ്രസരം കാരണമാണോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ മട്ടിൽ വലിയ മുരടിപ്പിലേക്ക് നീങ്ങുന്നത്? യഥാർത്ഥത്തിൽ ഏത് വിധത്തിൽ ഇടപെട്ടാലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുക? നമ്മുടെ സർവകലാശാലകൾ പ്രതിസന്ധികളെ നേരിട്ട് തുടങ്ങിയത് ഇപ്പോഴല്ല. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. അത് പൊതുവെ പറഞ്ഞാൽ ഒരു അക്കാദമിക് പ്രതിസന്ധി ഉണ്ട്. അക്കാദമിക് നിലവാരം മോശമാണ് എന്നുള്ളൊരു സത്യമാണ്. അതിന് അക്കാദമിക് സമൂഹം ഉത്തരവാദിയാണ്. അതുപോലെ തന്നെ ഭരണപരമായ ഒരു പ്രതിസന്ധിയുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ക്രൈസിസ് ഉണ്ട്. മൂന്നാമതായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. നമ്മുടെ സർവകലാശാലകളുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പരിശോധിച്ചാൽ എത്രയോ വർഷക്കാലം മുമ്പ് ഇത് ആവിഷ്കരിച്ചാണ്. മാറി വരുന്ന ലോക സാഹചര്യം അനുസരിച്ച് വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച വിപ്ലവം കണക്കിലെടുത്ത് നമ്മുടെ സർവകലാശാലകളുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും മാറ്റാൻ നമ്മൾ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തില് ഒരു അക്കാഡമിക് അജണ്ട നടപ്പിലാക്കാൻ തീരെ പ്രാപ്തമല്ലാത്ത ഭരണപരമായ സംവിധാനങ്ങളാണ് നമ്മുടെ സർവകലാശാലയിൽ നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ സിൻഡിക്കേറ്റിന്റെ ഘടന നോക്കുക. സിൻഡിക്കേറ്റ് ഒരു അക്കാദമിക് സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കേണ്ട സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ അതിന് പ്രാപ്തരാണോ എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചോദ്യം പോലും നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ സിൻഡിക്കേറ്റ് നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് PhD അവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് PhD അവാർഡ് ചെയ്യാൻ പ്രാപ്തരായ ആളുകളാണോ സിൻഡിക്കേറ്റിൽ ഇന്ന് അംഗങ്ങളായി വരുന്നത് എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം. കേരള സർവകലാശാലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ അക്കാഡമിക് കൗൺസിൽ എടുക്കുന്ന തീരുമാനം പോലും അക്കാഡമിക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരുള്ള സെനറ്റിന് റദ്ദ് ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണം. അതിന് ചില ശ്രമങ്ങൾ നടന്നു. ഇപ്പൊ നേരെ കേരള കൗൺസിലോ ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇത് സംബന്ധിച്ച കഴിഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ഒരു വിദ്യാഭ്യാസ നയരേഖ ഉണ്ടാക്കി. കാരണം നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു നയം പോലും നമുക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനുഷ്യ വിഭവശേഷി ആസൂത്രണം എങ്ങനെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നയപരിപ്രേക്ഷ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ കൗൺസിൽ പ്രൊഫസർ തരീൻ പോണ്ടിച്ചേരി സർവകലാശാല വൈസ് ചാൻസലർ നേതൃത്വം കൊടുത്ത, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പ്രോ വൈസ് ചാൻസലർ ഷീന ശുക്കൂർ സെക്രട്ടറി ആയിട്ടുള്ള ഒരു തരീൻ കമ്മീഷന്റെ സമഗ്രമായ പരിഷ്കാരത്തെ സംബന്ധിച്ച റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ രാഷ്ട്രീയക്കാർ കണക്കിലെടുക്കുന്നില്ലെന്നുള്ളത് പോട്ടെ, നമ്മുടെ അക്കാഡമിക് സമൂഹം പോലും ഇത് ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. തന്നെയല്ല, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിന് ഇന്നത്തെ സർവകലാശാല ആവശ്യമാണോ എന്നൊരു പ്രശ്നം കൂടെയുണ്ട്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം പൊതുവിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുക. അവിടെ സമരമൊന്നും നടക്കുന്നില്ലല്ലോ. നമ്മുടെ ഇപ്പം മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സമരം നടക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ എഞ്ചിനീയറിംഗിന് വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകളെ കൊണ്ട് തള്ളാനുള്ള സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ച് പുറത്താകുന്ന ആളുകൾക്ക് വിജ്ഞാന ഉൽപാദന മേഖലയിൽ വലിയ സംഭാവന നൽകാറുണ്ട്.
അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തൊഴിൽ സാധ്യത വളരെയേറെയാണ്. പക്ഷെ അത് കഴിയാത്തതിന് കാരണം ഇതിനിടയ്ക്ക് എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ അക്കാഡമിക് സമൂഹം ഒരു നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും വിധേയമാകുന്നില്ല. എന്റെ ഒരു നോട്ടത്തിൽ ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ സർവകലാശാല നേരിട്ട പ്രസംഗങ്ങൾക്ക് രാഷ്ട്രീയക്കാരായിരുന്നു പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മുടെ അക്കാഡമിക് സമൂഹത്തിന്റെ ഭൗതികമായ നിശ്ചലത, ഒരു ഇന്റലക്ച്വൽ സ്റ്റാഗ്നേഷൻ ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും കൂടി പരിശോധിച്ച് സമഗ്രമായ ഒരു പരിഷ്കരണത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിധേയമാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ഉന്നത വിദ്യാഭ്യാസം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. തിരിച്ചു വരാം ഡോക്ടർ ഇക്ബാൽ. ശ്രീ KN ഖാദർ, അദ്ദേഹം അക്കാദമികവും ധനപരവും ഒപ്പം തന്നെ ഈ ഭരണപരവുമായുള്ള പ്രതിസന്ധികളൊക്കെ കാരണമായിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക്. ഇതിൻ്റെ അക്കാദമിക ലോകവും ബുദ്ധിജീവികളടക്കമുള്ള ആളുകളും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള വലിയൊരു സമൂഹം തന്നെ കുറ്റക്കാരാണ് എന്ന് അദ്ദേഹം കൃത്യമായി സ്ഥാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ വൈസ് ചാൻസലർ പോലുള്ള പദവികളിലേക്ക് പൂർണ്ണമായും രാഷ്ട്രീയം മാത്രം, അതും കക്ഷി രാഷ്ട്രീയം മാത്രം അടിസ്ഥാനമാക്കി ആളുകളെ കൊണ്ടുവരുമ്പോൾ സ്കൂൾ മാഷ്മാർ അധ്യാപകരെ പോലും ഈ വൈസ് ചാൻസലർ പദവിയിലേക്ക് പരിഗണിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, താങ്കളുടെ രാഷ്ട്രീയ കക്ഷി, ഈ സർക്കാർ, ഇത് ഇപ്പറയുന്ന നിശ്ചലാവസ്ഥയും പ്രതിസന്ധിയുമൊക്കെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ആഘാതം നൽകുകയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഈ നിശ്ചലാവസ്ഥ, മരവിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് എനർജൈസ് ചെയ്ത് ഊർജം നൽകി മുന്നോട്ടേക്ക് വിടേണ്ടുന്ന ഭരണ സംവിധാനം, ആ ചുമതലയുള്ള ഭരണ നേതൃത്വം അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? എന്ത് തരം ദീർഘവീക്ഷണമില്ലായ്മയാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ, ഭരണ നേതൃത്വത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പൂർണ്ണമായ മരവിപ്പിലേക്ക് തന്നെ കൊണ്ടു തള്ളിവിടുന്നത്? ഞാനൊരു ചെറിയ സമയം തന്നാൽ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ഇവിടെ ഡോക്ടർ ബി ഇക്ബാൽ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികാസം പ്രാപിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന ലോകം സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയേറെ ഡെവലപ്പ് ചെയ്തൊരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസപരമായി ലോകം വളർന്നു കഴിഞ്ഞു, സാമ്പത്തികമായി ഉയർന്നു കഴിഞ്ഞു. ഈ സാമ്പത്തികമായ ഉയർച്ചയും അഭിവൃദ്ധിയും വിദ്യാഭ്യാസപരമായ വളർച്ചയും ശാസ്ത്ര സാങ്കേതിക വികാസവും അനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ആ നിലവാരത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുടെ പിറകിലാണ് എന്നൊരു ക്രിറ്റിസിസം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതാണ്. അപ്പോൾ അക്കാദമിക രംഗത്ത് ഇപ്പോൾ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഒരു 50-100 വർഷം കഴിഞ്ഞാൽ കേരളം എങ്ങനെയായിരിക്കണം, ജനങ്ങൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നതയുമുള്ള ആളുകളാണ് രാഷ്ട്രീയ രംഗത്ത് നേതാക്കളായി വരേണ്ടത്. അവരാണ് വാസ്തവത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെ കരുപിടിപ്പിക്കേണ്ടത്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു രാഷ്ട്രീയ അതിപ്രസരം എന്ന ചോദ്യം അവിടുന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു സംഭവത്തിനും ഒരേ ഒരു ഘടകം മാത്രമല്ല കാരണമായി തീരുന്നത്, അനേകം ഘടകങ്ങൾ ഉണ്ടാകും. അതിൽ രാഷ്ട്രീയം ഒരു ഘടകമാണ്, സാമ്പത്തിക കാര്യങ്ങൾ മറ്റൊരു ഘടകമാണ്, ഈ സമൂഹത്തിൻ്റെ നിസ്സംഗത മറ്റൊരു ഘടകമാണ്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ടാവും. വൈസ് ചാൻസലർമാരെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ്. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ അപാരമായ പാണ്ഡിത്യവും യോഗ്യതയും അർഹതയുമുള്ള ആളുകളാണ് വൈസ് ചാൻസലർമാരായിട്ട് വരേണ്ടത്. അവരുടെ നാമധേയം കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് ആദരവ് വർദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞത് ന്യായമായ കാര്യമാണ്. അതേസമയം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഒരു യോഗ്യത നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. സിൻഡിക്കേറ്റ് മന്ത്രിസഭയാണെങ്കിൽ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയാണ്. യോഗ്യരായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പർമാർ, അക്കാദമിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ, അതിനെക്കുറിച്ച് അറിവുള്ളവർ, പാണ്ഡിത്യമുള്ളവർ, രാഷ്ട്രീയമായിട്ടുള്ള ചായ്വ് ഓരോരുത്തർക്കും ആവാം, അത് വോട്ട് ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാം. മറ്റാവശ്യമുള്ള രംഗങ്ങളിൽ അതിന് പറ്റിയ സ്ഥലത്ത് അഭിപ്രായം പറയാം. പക്ഷേ അത് അവരുടെ ഈ സിൻഡിക്കേറ്റ്